Hello students, welcome back. ഇത് നമ്മളുടെ എക്സ്പെരിമെന്റിന്റെ കൗണ്ട് പറയുവാണെങ്കിൽ 12ാമത്തെ എക്സ്പെരിമെന്റും വീഡിയോസിന്റെ കൗണ്ട് പറയുവാണെങ്കിൽ 13ാമത്തെ വീഡിയോ ആണ് നമ്മൾ OASന്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 13ാമത്തെ വീഡിയോ അല്ലെങ്കിൽ 12ാമത്തെ എക്സ്പെരിമെന്റ് പറയുമ്പോൾ തന്നെ ഇത് നമുക്ക് കൂട്ടി പറയാൻ പറ്റും that this is going to be our last experiment or the last video. കാരണം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ മോഡ്യൂൾ 4ഉം കംപ്ലീറ്റ് ചെയ്യും ആൻഡ് സോ സിലബസ് നമ്മളുടെ ഇത് വെച്ച് എൻറ്റയർലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ മോഡ്യൂൾ അന്നത്തെ 4th മോഡ്യൂൾ അല്ലെങ്കിൽ ലാസ്റ്റ് മോഡ്യൂൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയ ഉടനെ കംപ്ലീറ്റ് ആവും. സോ നമുക്ക് ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും, നമ്മൾ ലാസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, 4th മോഡ്യൂളിൽ MS ആക്സസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 മോഡ്യൂളിൽ നിങ്ങൾ ഓർക്കണ്ടെങ്കിൽ നമ്മൾ വേർഡും എക്സലും PPTയും കവർ ചെയ്തിട്ടാണ് നമ്മൾ MS ആക്സസ് 4th മോഡ്യൂളിൽ എത്തിയത്. MS ആക്സസിൽ ഇതുവരെ നമ്മൾ 2 വീഡിയോസ് അല്ലെങ്കിൽ 2 എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ MS ആക്സസ് യൂസ് ചെയ്തിട്ട് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ആ ഡേറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ആ ടേബിളിൽ ഡേറ്റ എൻറ്റർ എങ്ങനെ ചെയ്യുന്നത്, ഈ കാര്യമായിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. അണ്ടത്തെ മോഡ്യൂൾ 4ന്റെ ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. കഴിഞ്ഞ വീഡിയോയിൽ അണ്ടത്തെ മോഡ്യൂൾ 4ന്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് നമ്മൾ എങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് നമ്മൾ ബേസിക് ഫീച്ചേഴ്സ് MS ആക്സസിലെ ബേസിക് ഫീച്ചേഴ്സ് ലൈക്ക് ഫിൽട്ടറിങ്, ഫൈൻഡ്, റീപ്ലേസ്, സോർട്ടിങ്, അതൊക്കെ എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെന്റ് ഓഫ് ദ 4th മോഡ്യൂളിൽ കവർ ചെയ്തത്. ഓക്കെ, സോ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു ടേബിളും ഡാറ്റാബേസ് ആണ്. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു ഫോം ആണ്. എന്തായിരുന്നു ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റാബേസിലോട്ട് ഡേറ്റ എൻറ്റർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അത് നമുക്ക് ഡയറക്ട്ലി കീബോർഡ് വെച്ചും ഡയറക്റ്റ്ലി നമുക്ക് ആ ടേബിളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോംസിൽ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്തിട്ട് അത് ഈ പറഞ്ഞ പോലെ ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം ഏത് ടേബിളിലാണ് ആ ടേബിളിലോട്ട് ഡേറ്റ എൻറ്റർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ 2 വീഡിയോയിൽ വർക്ക് ചെയ്ത അതേ ഡേറ്റാബേസ് ആണ്. നിങ്ങൾക്ക് കാണാം, സ്റ്റുഡന്റ് ഡേറ്റാബേസ് ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയ ഡേറ്റാബേസ്. അതിൽ ഒറ്റൊരു ടേബിളാണ് നമ്മൾ ഉണ്ടാക്കിയത്, സ്റ്റുഡൻസ് ഡേറ്റ എന്ന ടേബിളാണ് ഉണ്ടാക്കിയത്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ചെയ്തത്. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഒരു ഫോം ഉണ്ടാക്കി, സ്റ്റുഡൻസ് ഡേറ്റയുടെ തന്നെ ഒരു ഫോം ഉണ്ടാക്കി. ആ ഫോമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, അണ്ടർത്താൻ നമ്മൾ MS ആക്സസിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യും അത് ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇതേ ഡേറ്റാബേസിൽ അടുത്ത ടേബിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ടേബിൾസ് ഇവിടെ ഒന്നിന്റെ അടിയിൽ ഒന്ന്, ടേബിൾസിന്റെ സെക്ഷനിൽ ഒന്നിന്റെ അടിയിൽ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മൾ ഓരോ ടേബിളിന്റെ ഫോംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫോംസ് ഇങ്ങനെ അടിയിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ ഐക്കോണും ഫോമിന്റെ ഐക്കണും ഡിഫറെന്റ് ആണ്. ആ ഐക്കൺ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഫോം ഏതാണ് ടേബിൾ. സോ ഈ മൂന്നാമത്തെ വീഡിയോ, ഈ മോഡ്യൂളിന്റെ മൂന്നാമത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കാൻ പോണേ എങ്ങനെയാണ് നമ്മൾ ക്വയറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, MS ആക്സസിന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് യൂസേജ്, ഡേറ്റാബേസിന് ഒരു ഇമ്പോർട്ടന്റ് യൂസേജ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, ആ ഡേറ്റ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിട്രീവ് ചെയ്യേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് തിരിച്ചെടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പൊ നമ്മളൊരു സ്റ്റോർ ചെയ്ത ഡേറ്റ, ഒരു ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ആവശ്യം വന്ന സമയത്ത് ആവശ്യം പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ ആവശ്യം പോലെ അത് റിട്രീവ് അല്ലെങ്കിൽ തിരിച്ചെടുക്കണേ എങ്ങനെയാണ്, അത് ഈ പറഞ്ഞ ക്വയറീസ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ക്വയറീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ MS ആക്സസിന്റെ 3 എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3 എക്സ്പെരിമെന്റും ക്രിയേഷൻ ആണ്. ഫസ്റ്റിൽ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്തത്, ഡേറ്റാബേസും ഡേറ്റാബേസിലുള്ള ടേബിൾസും. സെക്കൻഡിൽ ക്രിയേറ്റ് ചെയ്തത് എന്താണ്, നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്തു. തേർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണതാണ് ക്വയറീസ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ക്വയറി എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു തിയോററ്റിക്കലി ഒന്ന് പറഞ്ഞുതരാം. ക്വയറീസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യന്റെ വേറെ ഒരു മീനിങ് അല്ലെങ്കിൽ വേറെ ഒരു സിനോണിമാണ് ക്വയറി. ക്വയറി ചെയ്യാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുവാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആർക്കായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, MS ആക്സസിൽ ആരോടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? നാച്ചുറലി നമ്മൾ ഉണ്ടാക്കിയ ഡേറ്റാബേസ് കുറെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇൻഫർമേഷന് നമുക്ക് എന്തെങ്കിലും തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഡേറ്റാബേസിനോട് ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ ഡേറ്റാബേസിനോട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്
ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനാണ് ക്വയറീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡേറ്റാബേസ് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് എന്താണ് ആൻസർ വരേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമേഷൻ വരേണ്ടത്, അത് നമുക്ക് തിരിച്ചു തരും. സോ ആൻസർ തരും. സോ ക്വയറീസ് എന്താണ്, ക്വയറീസ് ഈസ് ദ വേ a user can question or select or find data in a database. And ആ നമ്മൾ ഒരു ക്വയറി ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആ ക്വയറിന് റിലേറ്റഡ് ആയിട്ട് ഒരു ആൻസർ നമുക്ക് തിരിച്ചു തരും. സോ ഇത് 2-way പ്രോസസ് ആണ്. യൂസർ ക്വയറി ചെയ്യും, അതിന്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ക്വയറിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് MS ആക്സസ് യൂസറിന് തിരിച്ചു കൊടുക്കും. സോ അതാണ് ക്വയറി. അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ക്വയറി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് തിയോറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് പറയുവാണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കമ്പ്യൂട്ടറിനോട് അല്ലെങ്കിൽ MS ആക്സസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആ ക്വസ്റ്റ്യൻസിന് വേണ്ട ആൻസർ MS ആക്സസ് തരും. അപ്പൊ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്വയറീസ് ഉണ്ടാക്കുന്നത്, അതാണ് നമ്മളിവിടെ ബേസിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ സിലബസ് പ്രകാരം നോക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് അധികം ഡീറ്റെയിലിൽ MS ആക്സസിന് പോവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രം പറഞ്ഞു തന്നത്. കാരണം നമ്മുടെ സിലബസിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചു, ഡേറ്റാബേസ് ഉണ്ടാക്കാൻ പഠിച്ചു. ബേസിക് ആയിട്ട് ആ ഡേറ്റാബേസിലോട്ട് ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് ആ ഉണ്ടാക്കിയ ഡേറ്റാബേസിനോട് നമുക്ക് എങ്ങനെ ക്വയറി ചെയ്യാം, അതാണ് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഞാൻ വീണ്ടും പറയുന്നു, MS ആക്സസ് നമ്മൾ അത്രയും ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറില്ല. കാരണം മൈക്രോസോഫ്റ്റിന്റെ തന്നെ SQL എന്ന് പറഞ്ഞ പാക്കേജ് ആണ് കൂടുതൽ നമ്മൾ ഇൻഡസ്ട്രീസിൽ, അല്ലെങ്കിൽ Oracle എന്ന് പറഞ്ഞ പാക്കേജ് ആണ് നമ്മൾ കൂടുതൽ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക. MS ആക്സസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ MS SQLന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് MS ആക്സസ്. അപ്പം നിങ്ങൾ SQL അടുത്ത സെമ്മിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ 4th സെമ്മിൽ DBMS എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾ SQL ആണ് ചെയ്യാൻ പോണേ. പക്ഷെ ആ ലാബിന്റെ ഒരു ചെറിയ ഫൗണ്ടേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിന്റെ ബിൽഡപ്പ് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലായിരിക്കും നിങ്ങൾ SQL എന്ന ലാബ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും ഇപ്പൊ ഡീറ്റെയിലിൽ പോകണ്ട. എന്താണ് ക്വയറി എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡേറ്റാബേസിനോട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വയറിന് വേണ്ടി ഡേറ്റാബേസ് നമുക്ക് ഒരു ആൻസർ തരും, അതാണ് ക്വയറി. ആ ക്വയറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണെന്നാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ പഠിക്കാൻ പോണേ. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, S3ന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഒരു ടേബിൾ, ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കാൻ അറിയണം, ഒരു ടേബിൾ ഉണ്ടാക്കാൻ അറിയണം, ആ ടേബിളിൽ ഡേറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഉണ്ടാക്കാൻ അറിയണം, പിന്നെ ഉണ്ടാക്കിയ ഒരു ഡേറ്റാബേസിനോട് ചില ബേസിക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരു ക്വയറി ഉണ്ടാക്കാൻ അറിയണം. സോ നമ്മൾ ക്വയറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കാൻ. വളരെ സിമ്പിൾ മെത്തഡാണ്. 2-3 ക്ലിക്കിൽ നമുക്ക് ക്വയറി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ജസ്റ്റ് ഞാൻ എവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്വയറി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ക്വയറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ പോകേണ്ടത് നാച്ചുറലി ഫസ്റ്റ് 2 എക്സ്പെരിമെന്റിലും പോയ അതേ ക്രിയേറ്റ് ടാബിലോട്ടാണ് പോകേണ്ടത്. ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമ്മൾ ഈ ക്രിയേറ്റ് ടാബിൽ പോയിട്ട് ടേബിൾ ഡിസൈനിൽ പോയിട്ടാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ഇതേ ക്രിയേറ്റ് ടാബിൽ പോയിട്ട് ഫോംസിൽ പോയിട്ടാണ് നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്തത്. നൗ തേർഡ് എക്സ്പെരിമെന്റിൽ ക്വയറി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അതേ ക്രിയേറ്റ് ടാബിൽ പോയിട്ട് ഇവിടെ ഒരു ക്വയറി വിസാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും ക്വയറീസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു ക്വയറി ഉണ്ടാക്കാൻ നമ്മൾ ഇതുവരെ എന്താക്കി വെച്ചിരിക്കുന്നത്, ഒരു ഡേറ്റാബേസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ സീരിയൽ നമ്പർ, റോൾ നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഹൗസ് നെയിം, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രി. ഞാൻ സെമസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെമസ്റ്റർ, പിന്നെ പിൻകോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏതെങ്കിലും ഒരു 2 സബ്ജക്ട് മാർക്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത്. ആ ആഡ് ചെയ്യാൻ നമുക്ക് ഫോംസ് വഴി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടും ആഡ് ചെയ്യാം. രണ്ടും തന്നെ നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും മോഡ്യൂൾ ഈ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും എക്സ്പെരിമെന്റിൽ കണ്ടതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡേറ്റാബേസ്. അപ്പൊ നിങ്ങൾ ഇതിപ്പോ 12 വാല്യൂസ് ഉള്ളതുകൊണ്ട് 12 റെക്കോർഡ്സേ ഉള്ളൂ. അതൊന്നും ചെറിയ ഡേറ്റാബേസ് ആണ്. ജനറലി നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ 1000, ചിലപ്പോൾ 2000, ചിലപ്പോൾ അതിനൊക്കെ കൂടുതൽ ലക്ഷങ്ങളിൽ പോലും ജനറലി ഡേറ്റാബേസിൽ ഡേറ്റ ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് ഈ പറഞ്ഞ ഈ ചെറിയ ഡേറ്റയിൽ നമുക്ക് ഏത് കുട്ടിക്കാണ് 3rd December എന്ന് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കി പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഒരു ഡേറ്റാബേസിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം എൻട്രീസ് ഉണ്ടെങ്കിൽ എത്ര കുട്ടികൾക്ക് ഒരു സ്പെസിഫിക് ഡേറ്റ് ഓഫ് ബർത്ത്ഡേ ആണെന്ന് നമുക്ക് പറയാൻ നോക്കിയാൽ അത് തെരഞ്ഞെടുക്കാൻ നമുക്ക് കുറെ ടൈം എടുക്കും.
അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ക്വറി എന്ന് പറഞ്ഞ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വീണ്ടും നോക്കാം എങ്ങനെയാണ് ക്വറി ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടാബിൽ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്വറി വിസാർഡ് ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിൽ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സംഭവമാണ് സെലക്ട് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വന്നത് എങ്ങനത്തെ ക്വറി ആണെന്നാ ചോദിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ക്വറി വിസാർട്ട് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പൊ സിമ്പിൾ ക്വറി വിസാർട്ട് ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ഹൈലൈറ്റ് ആയി കിടക്കണേ. അത് തന്നെ ഓക്കെ ആക്കുക. അപ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആവും. ഈ വിൻഡോയിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്വറിയിൽ ഏതൊക്കെ കോളംസ് നിങ്ങൾക്ക് വേണമെന്ന്. ഈ കോളംസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ, റോൾ നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്ക് 1 വരെ, മാർക്ക് 1, മാർക്ക് 2 വരെ. അപ്പൊ എന്റെ ടേബിളിന്റെ കോളംസ് നെയിം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചില ക്വറീസിൽ എനിക്ക് എല്ലാ കോളംസ് വേണ്ട ആവശ്യം വരില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട കോളംസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എത്ര കോളംസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ കോളംസ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വറി ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ക്വറിയിൽ എന്റെ ടേബിളിന്റെ ഏതൊക്കെ കോളംസ് ഉണ്ടാവണം എന്നാണ് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യണത്. അപ്പോൾ ഏതൊക്കെ കോളം വേണം അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ആരോ ബട്ടൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രേറ്റർ ദാൻ സിമ്പിൾ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് സെലക്ടഡ് ഫീൽഡിലോട്ട് പോണ കാണാം. നിങ്ങൾക്ക് കണ്ടില്ലേ? അവൈലബിൾ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ടേബിളിൽ ഉണ്ട് കോളംസ്. സെലക്ടഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊക്കെ കോളംസ് ആണ് ഈ പറഞ്ഞ ക്വറിയിൽ യൂസ് ചെയ്യാൻ പോണേ അതാണ് ഞാൻ സെലക്ട് ചെയ്യണേ. സോ എനിക്ക് വേണ്ട പോലത്തെ ആവശ്യമുണ്ട് ആ കോളംസ് ഒക്കെ എനിക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് എല്ലാം കോളംസ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ അടിയിലുണ്ട് ഡബിൾ ആരോ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ കോളംസ് വിൽ ബി സെലക്ടഡ്. അപ്പൊ ഞാൻ എല്ലാം കോളംസ് സെലക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റിലോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുക ഒരു ഡീറ്റെയിൽ ആയിട്ട് വേണോ സമ്മറി ആയിട്ട് വേണോ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് പറഞ്ഞ സംഭവം തന്നെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിലോട്ട് പോകും. ഇനി നെക്സ്റ്റ് അവർ ചോദിക്കാൻ പോണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ദ ക്വറി ടു വ്യൂ ഇൻഫോർമേഷൻ ആണോ അതോ മോഡിഫൈ ആൻഡ് ഡിസൈൻ ആണോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ ക്വറി ഡിസൈൻ ചെയ്യാൻ പോവാണ് അല്ലെ, ക്വറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ഇത് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കും. ഇപ്പൊ ഫിനിഷ് കൊടുക്കുമ്പോ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സ്റ്റുഡന്റ് ക്വറി എന്നിട്ട് ആ ടേബിൾ നെയിം, സ്റ്റുഡന്റ് ഡേറ്റ ആയിട്ടുള്ള ടേബിൾ നെയിം, അതിന്റെ മുകളിലാണ് ഞാൻ ക്വറി ചെയ്യാൻ പോകുന്നത്. ആ ടേബിളിന്റെ പേരിലാണ് അല്ലെങ്കിൽ ആ ടേബിളിന്റെ ബേസിലാണ് ഞാൻ ക്വറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഓപ്പൺ ആയ ക്വറി വിൻഡോന്റെ പേര് സ്റ്റുഡന്റ് ഡേറ്റ അതായത് ടേബിൾ നെയിം ക്വറിന്ന് ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ഞാൻ പറഞ്ഞതായിരുന്നു. നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിളിന്റെ ബേസിസിലാണ്, അതേപോലെ ഒരു ക്വറി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടേബിളിന്റെ ബേസിലാണ്. സോ ഒരു ക്വറി ക്രിയേറ്റ് ചെയ്യാനും ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, അതിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടേബിളിന് വേണ്ടി ഒരു ഫോമും ആ ടേബിളിന് വേണ്ടി ഒരു ക്വറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് പോകേണ്ടത്. ആദ്യം ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നീട് ഫോംസ് വേണമെങ്കിൽ ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റ എൻട്രി ചെയ്യുക, അവസാനമാണ് നമ്മളത് ക്വറി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വറി വിൻഡോ കൂടി ഓപ്പൺ ആവും. നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാം സ്റ്റുഡൻസ് ഡേറ്റ ഇത് ടേബിൾ ആണ്, സ്റ്റുഡന്റ് ഡേറ്റ ഇത് ഫോംഡ് ഐക്കൺ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം രണ്ട് സ്ക്വയർ ഉണ്ട്. ഇത് നമ്മൾ ക്വറിന്റെ ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വറിയും കൂടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്വറിയും കൂടിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ ടേബിൾ ക്രിയേഷൻ പഠിച്ചു, ടേബിൾ ക്രിയേഷന്റെ ഐക്കൺ ഇത്. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ഫോം ക്രിയേഷൻ പഠിച്ചു, ഫോം ക്രിയേഷന്റെ അല്ലെങ്കിൽ ഫോംഡ് ഐക്കൺ ഇതാണ്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ ക്വറി ക്രിയേഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ക്വറിന്റെ ഐക്കൺ ഇതായിരിക്കും. സോ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, അതൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ക്വറി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോണേ, ക്വറിന് വേണ്ടി നമ്മളൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ ക്വറി ചെയ്യാൻ പോണേ. അതിനർത്ഥം MS ആക്സസിനോട് അല്ലെങ്കിൽ ഈ ഡേറ്റാബേസിനോട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കിത് നിങ്ങൾ റിബൺ നോക്കുവാണെങ്കിൽ അതിനർത്ഥം ടോപ്പ് സൈഡിൽ നോക്കുവാണെങ്കിൽ ബേസിക് ആയിട്ട് ക്വറി ടൈപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കുറച്ച് ക്വറി ടൈപ്സ് ഇൻബിൽറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുണ്ട്. അതിൽ സെലക്ടഡ് ക്വറി ടൈപ്പ് ആണ് ഡീഫോൾട്ട് ആയിട്ട് ആക്റ്റീവ് ആയി കിടക്കുക. ഓക്കെ, അത് പോരാണ്ട് എന്തൊക്കെയുണ്ട്, മേക്ക് ടേബിൾ ഉണ്ട്, അപ്പെൻഡ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് സെലക്ട് എന്താണ്, അപ്ഡേറ്റ് എന്താണ്, ഡിലീറ്റ് എന്താണെന്നാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ സെലക്ട് എന്തായിരിക്കും, നമ്മൾ ഒരു സ്പെസിഫിക് കണ്ടീഷൻ കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ കൊടുത്തിട്ട് ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നത് ഡേറ്റാബേസിന് സെലക്ട് ചെയ്യാൻ പറയും. അതാണ് സെലക്ട് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനീഷ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പേരുണ്ട് എല്ലാവരും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് പേര് തുടങ്ങുന്ന എല്ലാവരുടെയും ഡേറ്റ എനിക്ക് വേണം. അപ്പൊ എന്താ ഞാൻ പറയുന്നത്, ഞാൻ ഒരു ക്രൈറ്റീരിയ കൊടുത്തു. എന്താ എന്റെ ക്രൈറ്റീരിയ, പേര് തുടങ്ങേണ്ട ഇനീഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം തുടങ്ങുന്നത് എ വച്ചായിരിക്കണം ആൻഡ് അതിന്റെ എല്ലാം ഡേറ്റ എനിക്ക് വേണം.
അപ്പൊ അതാണ് ഞാൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് ക്വറി. ഓക്കെ, സോ അങ്ങനത്തെ ക്വരീസ് എന്തെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ക്വരീസ് ആണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടേബിളിൽ എന്തെങ്കിലും വാല്യൂസ് മാറ്റണമെങ്കിൽ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഞാൻ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് എല്ലാം പ്രോഡക്റ്റിന്റെ, ഞാൻ എന്റെ കമ്പനി ആണെങ്കിൽ എല്ലാം പ്രോഡക്റ്റിന്റെ പ്രൈസിൽ എനിക്ക് ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ പ്രൈസ് എനിക്ക് എന്താ 10% കുറയ്ക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് അപ്ഡേറ്റ് ആണ് അല്ലെ. ഓൾറെഡി എന്റെ ഡേറ്റയുടെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ അത് നമുക്ക് അപ്ഡേറ്റ് കമാൻഡ് വെച്ച് ചെയ്യാം. അതേപോലെ ഡിലീറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഏതെങ്കിലും വാല്യൂ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷന്റെ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യമാണ്, ഈ 3 ക്വരീസ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിത് ഇന്നത്തെ ഈ എക്സ്പെരിമെന്റിൽ കാണാം. ബേസിക് ആയിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം. ഫസ്റ്റ് ക്വരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്വരി നമ്മൾ നോക്കാൻ പോണത് അപ്പൊ ഇങ്ങനെയാണ് ക്വരി ക്രിയേറ്റ് ചെയ്യുന്നത്. ക്വരി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ആ ക്വരിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എല്ലാ കുട്ടികളുടെ പേര്, ഫസ്റ്റ് നെയിം എ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ അത് സെലക്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ സെലക്ട് ഡീഫോൾട്ട് ആയിട്ട് സെലക്ട് തന്നെയാണ് ഹൈലൈറ്റ് ആയി കിടക്കുക. നിങ്ങൾ സെലക്ട് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ ക്രൈറ്റീരിയ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ, ഫീൽഡ്, ടേബിൾ, സോർട്ട്, ഷോ, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ക്രൈറ്റീരിയ എന്താണ്, എന്റെ കണ്ടീഷൻ എന്താണ്, കുട്ടീന്റെ പേര് ഫസ്റ്റ് നെയിം എ വെച്ച് തുടങ്ങണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഓരോ കോളം നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ, റോൾ നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അതേപോലെ എന്റെ ടേബിളിൽ എത്ര കോളംസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഒരു ആരോ വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ, ആ രീതിയിൽ എത്ര സെലക്ട് ചെയ്യുന്ന എല്ലാം ഇവിടെ കാണിക്കണ്ടാവും. ഓക്കെ, സോ എന്റെ കണ്ടീഷൻ എന്താണ്, ഫസ്റ്റ് നെയിം എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ കണ്ടീഷൻ ഞാൻ എവിടെ സ്പെസിഫൈ ചെയ്യും, ഈ ഫസ്റ്റ് നെയിമിന്റെ ഒരു കോളത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്താണ്, എന്റെ കണ്ടീഷൻ ആണ് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എ കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് വേണമെങ്കിൽ ആവാം, അനീഷ് ആവാം, അനിൽ ആവാം, അജയ് ആവാം, അലി ആവാം, എന്ത് വേണമെങ്കിൽ ആവാം, ഫസ്റ്റ് ലെറ്റർ എ ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ലെറ്റർ എ മാർക്ക് ചെയ്തിട്ട് പിന്നീട് ഞാൻ ആസ്ട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാർ സൈൻ ഇടും. ഈ സ്റ്റാർ സൈനിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എ ആയിരിക്കണം, പിന്നീട് എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനത് നെക്സ്റ്റ് ടാബ് ഞെക്കിട്ട് നെക്സ്റ്റ് കോളത്തിൽ പോകും. അപ്പൊ എന്റെ ഇവിടെ ക്വറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ക്വറി സിമ്പിൾ ആയിട്ട് റെഡി ആയി. ഇത്രയേ ഉള്ളൂ ക്വറി. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ വെച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ എ വെച്ച് ഫസ്റ്റ് നെയിം തുടങ്ങുന്ന എല്ലാന്റെ ഡീറ്റെയിൽസ് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്രൈറ്റീരിയ സെക്ഷനിൽ പോയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ വെച്ച് തുടങ്ങണം, പിന്നീട് എന്ത് വന്നാലും കുഴപ്പമില്ല, പക്ഷെ എ വെച്ച് തുടങ്ങുന്ന കുട്ടികളുടെ ഡീറ്റെയിൽ എനിക്ക് വേണം എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ എ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ക്വറി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വറിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റൺ ബട്ടൺ അതൊന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ കൊടുത്ത ക്വറിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ റൺ ബട്ടൺ ടൈപ്പ് ചെയ്താൽ നമ്മൾ ക്വറിന്റെ ആൻസർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നെയിം എ വെച്ച് തുടങ്ങണമെന്ന് സ്പെസിഫൈ ചെയ്തു. എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ വെച്ച് തുടങ്ങും, ബാക്കി സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് വേണമെങ്കിൽ ആവാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റൺ പ്രസ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ എന്റെ ഡേറ്റാബേസിൽ ഉണ്ടായിരുന്ന 12 എൻട്രിയിൽ ഏതൊക്കെ എൻട്രിയിൽ ഫസ്റ്റ് നെയിം എ വെച്ച് തുടങ്ങുന്നുണ്ട് അതെടുത്ത് എനിക്ക് ആൻസർ തന്നു. ഓക്കെ, ഇതാണ് ഈ ക്വറിന്റെ ആൻസർ അല്ലെ. അപ്പൊ ഞാൻ കമ്പ്യൂട്ടറിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരുന്നു, ഫസ്റ്റ് നെയിം എ വെച്ച് തുടങ്ങുന്ന എല്ലാവരുടെ ഡീറ്റെയിൽസ് എനിക്ക് തരൂ. അപ്പൊ കമ്പ്യൂട്ടർ ഞാൻ റൺ ചെയ്തപ്പോ എനിക്ക് ആൻസർ തന്നു. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ 4 പേർക്കാണ് ഫസ്റ്റ് നെയിം എ വെച്ച് തുടങ്ങുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വറി സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യേണ്ടത്, ഒന്നുമില്ല, സേവ് ബട്ടൺ ഓഫീസ് ബട്ടണിൽ പോയിട്ട് നേരെ ഇവിടെ സേവ് ആസ് കൊടുക്കുക. അപ്പൊ സേവ് ആസ് കൊടുക്കുമ്പോൾ സേവ് ആസ് ഓബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, കാണിക്കാം. സേവ് ആസ് ഫസ്റ്റ് ഓപ്ഷൻ സേവ് ആസ് ഓബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സേവ് ആസ് ഓബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വറിന് ഒരു പേര് കൊടുക്കാം അല്ലെ. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം സ്റ്റുഡൻസ് നെയിം സ്റ്റാർട്ടിങ് വിത്ത് എ. നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ അർത്ഥം ഇതെന്താണ്, ഈ ഡീറ്റെയിൽസ് എന്താണ്, എന്റെ ഡേറ്റാബേസിലെ എല്ലാ ആൾക്കാർ അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസ് ഹൂസ് നെയിം ഈസ് സ്റ്റാർട്ടിങ് വിത്ത് എ. അപ്പൊ അത് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ക്വറി സേവ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ എപ്പോൾ ക്ലിക്ക് ചെയ്താലും എന്റെ ഈ ഡേറ്റാബേസിൽ എത്ര പേർക്ക് എ വെച്ച പേരുണ്ട് അതെനിക്ക് ഡയറക്റ്റ് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ക്വറി ചെയ്യണേ. അടുത്ത ക്വറി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അടുത്ത ക്വറി നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ തന്നെ സെലക്ടിന്റെ തന്നെ അടുത്ത ക്വറി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ വ്യൂ തന്നെ പോകും. ഞാൻ ഡിസൈൻ വ്യൂ എങ്ങനെയാണ് പോണത് ഞാൻ പിന്നെ പറഞ്ഞുതരാം.
അത് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നമുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ക്വയറിയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഡിസൈൻ വ്യൂവും ബാക്കി വ്യൂസ് നമ്മൾ ഇവിടെ കാണുന്ന ഈ വ്യൂസിൽ 3 വ്യൂസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 വ്യൂസ് ഉണ്ട്. ഡേറ്റ വ്യൂ അല്ലെങ്കിൽ ഡേറ്റ ഷീറ്റ് വ്യൂ, ഡിസൈൻ വ്യൂവും SQL വ്യൂ. അതെന്താണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അടുത്ത എക്സാമ്പിൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഡേറ്റ ഇതാണ്. ഓക്കെ, എന്റെ ഡേറ്റ ടേബിൾ ഇതാണ്. അപ്പൊ എനിക്ക് വേണ്ട ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ 5 പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് വെച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ കണ്ണൂരിന് വന്ന എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണമെന്ന് വെച്ചുള്ളൂ. അതും അതേപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ക്വറിയിൽ പോയിട്ട് എന്തായിക്കേണ്ട ക്രൈറ്റീരിയ, ഡിസ്ട്രിക്ട് ഷുഡ് ബി കണ്ണൂർ. അപ്പൊ ഞാൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ കോളത്തിൽ പോവും, അവിടെ എന്ത് ടൈപ്പ് ചെയ്യും, കണ്ണൂരിന് ടൈപ്പ്. അപ്പൊ നമ്മൾ സ്പെല്ലിംഗ് നോക്കണം. നമ്മുടെ ടേബിളിൽ എന്തായിരുന്നു സ്പെല്ലിംഗ്, അതേ സ്പെല്ലിംഗ് അയക്കണം ഇവിടെ ഇരുന്ന്. അങ്ങനെ കണ്ണൂരിന് ടൈപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് റൺ ചെയ്യുവാണെങ്കിൽ നമുക്കിത് എത്ര പേര് കണ്ണൂരിനുണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു മിനിറ്റ്, ജസ്റ്റ് അത് കണ്ണൂരിന്റെ സ്പെല്ലിംഗ് തെറ്റിയ കാരണമാവാം നമുക്ക് ആ പ്രശ്നം വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ക്വറിയിൽ പോണു. കണ്ണൂരിന് സ്പെല്ലിംഗ് ഞാൻ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. നമുക്ക് ആദ്യം എക്സാക്ട്ലി എന്താ സ്പെല്ലിംഗ് ഇട്ടേന്ന് നോക്കിയേക്കാം. നമ്മൾ എന്താ സ്പെല്ലിംഗ് ഇട്ടത്, ഡിസ്ട്രിക്റ്റിൽ KANNUR. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്ക് ക്വറിയിൽ ഇടാൻ പോണേ. ഡിസ്ട്രിക്ട് എന്ത് വരണം, ഡിസ്ട്രിക്ട് ഷുഡ് ബി കണ്ണൂർ. അപ്പൊ ആ ഡിസ്ട്രിക്ട് വന്നത് നമുക്ക് ആൻസർ ആയിട്ട് വേണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണാം, ഇത്രയും ആൾക്കാർ കണ്ണൂരിന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിനാണ് വന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വറി ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ക്വറി ചെയ്യേണ്ടത്, ഒന്നുമില്ല, നമുക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താ സെലക്ട് ചെയ്യേണ്ടത്, ആ ക്രൈറ്റീരിയ, ഈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ റോള്, ആ ക്രൈറ്റീരിയ ഏത് കോളമിലാണ് മാച്ച് ചെയ്യേണ്ടത്, ആ കോളമിന്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇതേപോലെ തന്നെ എനിക്കിപ്പോ വേണം സെമസ്റ്റർ 3 അല്ലെങ്കിൽ സെമസ്റ്റർ 5 പഠിക്കുന്ന കുട്ടികളിന് വേണമെന്ന്, അവരുടെ ഡീറ്റെയിൽസ് വേണം എന്നാണെങ്കിൽ ഞാൻ സെമസ്റ്റർ കോളത്തിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ ഞാൻ 5 എഴുതും. 5 അർത്ഥം എന്താണ്, സെമസ്റ്റർ 5 ഡീറ്റെയിൽസ്. എന്നിട്ട് അത് ഞാൻ ഈ റൺ കൊടുത്തു കഴിയുമ്പോൾ അത് സെമസ്റ്റർ 5 പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസ് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വറി ചെയ്യുന്നത്. ഒരു ക്വറി ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ സേവ് ചെയ്ത്, ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ച പോലെ സേവ് ചെയ്ത് പോവാൻ പറ്റും. ഈ വ്യൂസ് ഞാൻ വരാം. നമ്മൾ ഓർക്കണ്ടെങ്കിൽ നമ്മൾ ടേബിളിൽ ഉണ്ടായിരുന്ന വ്യൂസ് നിങ്ങൾ ഓർക്കണ്ടെങ്കിൽ ഡിസൈൻ വ്യൂവും ഈ പറഞ്ഞ ഡാറ്റ ഷീറ്റ് വ്യൂ ആയിരുന്നു. അതേപോലെ ഫോമിനും 2-3 വ്യൂസ് ഉണ്ടായിരുന്നു. ക്വറിയിലും അതുപോലെ കുറച്ച് വ്യൂസ് ഉണ്ട്. ക്വറീസിൽ ഉണ്ട വ്യൂസ് ആണ് ഈ പറഞ്ഞ പോലെ ഡേറ്റാബേസ് വ്യൂ, അല്ലെങ്കിൽ ഡേറ്റ ഷീറ്റ് വ്യൂ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ വ്യൂ ആയിരിക്കും. നമ്മൾ കൊടുത്ത ക്വറിന്റെ ആൻസറിൽ വരാൻ പോകുന്ന ടേബിളിന്റെ വ്യൂ ആയിരിക്കും. രണ്ടാമത്തത് ഉണ്ടാവുന്നത് ഡിസൈൻ വ്യൂ. നമ്മൾ എവിടെയാണ് ക്വറി ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ ക്വറി കൊടുക്കുന്നത്, ആ വ്യൂ ആണ് ഡിസൈൻ വ്യൂ. പിന്നെ ഒരെണ്ണം നിങ്ങൾ അധികം അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ബേസിക്കലി നമ്മൾ ഈ ഡേറ്റ ഷീറ്റ് വ്യൂവും ഡിസൈൻ വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു SQL വ്യൂവും കൂടി ഉണ്ട്. ഇത് നമ്മളുടെ SQL കമാൻഡ് ആണ്. ഈ SQL കമാൻഡ് എവിടെയാണ് യൂസ്ഫുൾ ആവാൻ പോണേന്ന് നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ നിങ്ങൾ DBMS പഠിക്കുമ്പോൾ അറിയാം. അപ്പോൾ SQL എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ SQL എന്ന് പറഞ്ഞൊരു പാക്കേജ് ആണ് എല്ലാം സ്ഥാപനത്തിൽ ഡേറ്റാബേസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ MS ആക്സസിൽ കൊടുത്ത ഒരു ക്വറി SQL എങ്ങനെ ഇരിക്കും, അതാണ് ഈ വ്യൂ കാണിക്കുന്നത്. ആസ് സച്ച് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഈ സെമസ്റ്ററിന്റെ പഠിത്തത്തിൽ അല്ലെങ്കിൽ ഈ സെമസ്റ്ററിന്റെ സിലബസിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടി തന്നതാണ്. നിങ്ങൾ MS ആക്സസിൽ ചെയ്യുന്ന ക്വറി അത് MS SQL എങ്ങനെ ഇരിക്കും, അതേ ക്വറി എങ്ങനെ ഇരിക്കും അത് കാണിക്കുവാണ് SQL വ്യൂ. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. SQL എന്താണ് ക്വറി എന്നൊക്കെ നിങ്ങൾ അടുത്ത സെമ്മിൽ അതിന്റെ DBMS തിയറി സബ്ജക്റ്റും ലാബും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ വൈൻഡ് അപ്പ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ക്വറി വിസാർട്ടിൽ പോയിട്ട് അത് ആ സ്റ്റെപ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ക്വറിന്റെ ഡിസൈൻ വിൻഡോസിലോട്ട് വരും. എന്നിട്ട് ആ ക്വറി ഡിസൈൻ വിൻഡോയിൽ നമുക്ക് എന്താണ് വേണ്ടത്, ഏത് ക്രൈറ്റീരിയയിലാണ് സെലക്ട് ചെയ്യേണ്ടത്, ആ ക്രൈറ്റീരിയയിൽ നമ്മൾ ആ കോളത്തിലാണ് ക്രൈറ്റീരിയ, ചിലപ്പോൾ മൾട്ടിപ്പിൾ കോളത്തിലും ആവാം. എന്റെ സെമസ്റ്റർ 5 അയക്കണം, അത് കണ്ണൂരിനും അയക്കണം എന്നാണെങ്കിൽ നമുക്ക് അത് രണ്ടും ടൈപ്പ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ സെമസ്റ്റർ 5 ആൾക്കാർ ഫ്രം ഡിസ്ട്രിക്ട് കണ്ണൂർ, അത് രണ്ടും നമുക്ക് വേണ്ട ആണെങ്കിൽ നമുക്ക് രണ്ടും ടൈപ്പ് ചെയ്യാം, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ സെമസ്റ്റർ 5 കണ്ണൂരിന് തന്നെ എത്ര പേരുണ്ട് അങ്ങനെ. അപ്പൊ നമുക്ക് ക്രൈറ്റീരിയസ് മൾട്ടിപ്പിൾ കോളംസിലും വേണമെങ്കിലും ഇടാം. സോ നമ്മൾ ക്രൈറ്റീരിയ കോളമിൽ പോയിട്ട് ക്രൈറ്റീരിയസ് മെൻഷൻ ചെയ്യും,
എന്നിട്ട് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ ഷീറ്റ് വ്യൂവിൽ പോകുമ്പോൾ ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന എത്ര റെക്കോർഡ്സ് അല്ലെങ്കിൽ എത്ര റോസ് ഉണ്ടെന്ന് നമുക്ക് ആ ക്വറിന്റെ ആൻസർ ആണത്, അതിന്റെ ക്വറിയുടെ ആൻസർ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ക്വറി ചെയ്യേണ്ടത്. ഇത് നമ്മൾ പഠിച്ചതെല്ലാം സെലക്ട് ആണ്. ഇതേപോലെ നമുക്ക് അപ്ഡേറ്റും ഡിലീറ്റും ചെയ്യാം. അപ്ഡേറ്റിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്ഡേറ്റിന് ഞാൻ എക്സാമ്പിൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പരീക്ഷ കഴിഞ്ഞു, പിള്ളേരെല്ലാവരും പാസ്സായിന്ന് വെച്ചോളൂ. അപ്പൊ എന്താ സെമസ്റ്റർ 3 എല്ലാം ഇപ്പൊ ഇങ്ങ ടേബിൾ കാണുന്നുണ്ടാവും. ഈ ടേബിളിൽ എല്ലാവരും സെമസ്റ്റർ 3 5 ആണ്. ഓക്കെ, അപ്പൊ ഈ S3 റിസൾട്ട് വന്നു, S3 എല്ലാ കുട്ടികളും പാസ്സായി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ഡേറ്റാബേസിൽ സെമസ്റ്റർ മാറ്റേണ്ടി വരുമല്ലോ. നാച്ചുറലി സെമസ്റ്റർ 3 സ്റ്റുഡൻസ് ഒക്കെ എവിടെ എത്തും? ഇപ്പൊ അവരെവിടെ എത്തും? അവര് ഈ പറഞ്ഞ സെമസ്റ്റർ 4 എത്തും. അപ്പൊ എനിക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേ? അപ്ഡേറ്റ് ആണ് ചെയ്യാൻ പോണത്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ അപ്ഡേറ്റ് സെലക്ട് സ്ഥലത്ത് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ടർ നിങ്ങൾ നോക്കുക, ഇവിടെ എന്തായിരുന്നു? ക്രൈറ്റീരിയ ഷോ ആ രീതിയിലായിരുന്നു. പക്ഷെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്ഡേറ്റ് ടു ക്രൈറ്റീരിയ അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എനിക്ക് സെമസ്റ്റർ 3 അല്ലെങ്കിൽ സെമസ്റ്ററിന്റെ കോളത്തിലുണ്ട് 3 എന്ന് പറഞ്ഞ വാല്യൂ എല്ലാം 4 ആക്കണം അല്ലെ? 3 എന്ന് പറഞ്ഞ വാല്യൂ എല്ലാം 4 ആക്കണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. ഞാൻ അപ്ഡേറ്റ് 2 എന്ന് പറഞ്ഞ കോളത്തിൽ അല്ലെങ്കിൽ റോള് പോയിട്ട് സെമസ്റ്ററിന്റെ കോളത്തിന് അടിയിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ ഫോർമുല ഇടും. എന്താണ് എന്റെ ഫോർമുല? ഈസ് ഈക്വൽ ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, സെമസ്റ്റർ സ്ക്വയർ ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യും. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ആ സെമസ്റ്ററിൽ ഓരോ വാല്യൂസ് എടുക്കാനാണ് ഞാൻ ഫംഗ്ഷൻ പോലെയാണ് ഇത് കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്ലസ് എന്താണ് ചെയ്യാൻ പോണേ? ഞാൻ 1. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓരോ സെമസ്റ്ററിന്റെ കുട്ടികൾക്ക് +1 ചെയ്യും. അപ്പൊ നാച്ചുറലി തേർഡ് എന്താവും? 4th ആവും. 5th എന്താവും? 6th ആവും. പക്ഷെ ഞാൻ ഒരു കണ്ടീഷൻ കൂടി അടിയിൽ കൊടുക്കും. മാത്രം എന്തിന്റെ ഏത് ആൾക്കാരുടെ ചെയ്യുന്നത്? സെമസ്റ്റർ 3 പഠിക്കുന്ന ആൾക്കാരുടെയാണ് ഞാൻ ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഈ ക്വറി എന്താ പറയണെന്ന് പറഞ്ഞാൽ സെമസ്റ്റർ 3 പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ പുതിയ സെമസ്റ്റർ എന്താവും? സെമസ്റ്റർ +1 അർത്ഥം 4 ആവും. അപ്പൊ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ റൺ ചെയ്യുമ്പോൾ കമാൻഡ് ചോദിക്കും. നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡേറ്റാബേസിൽ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് കമാൻഡ് ചോദിച്ചിരിക്കുന്നത്. 8 റോസിലും ആ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ടെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ഡേറ്റയിൽ പോയിട്ട് കാണാം S3 ഉണ്ടായത് എല്ലാം കുട്ടികൾ S4 ഇതാണ് അപ്ഡേറ്റ് ഫംഗ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോ ഏതെങ്കിലും ക്രൈറ്റീരിയ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പൊ ഡിലീറ്റ് ചെയ്യാനും ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു സ്പെസിഫിക് ഡിലീറ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നമ്മൾ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന പോലെ ഡിലീറ്റ് ചെയ്യാനും നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഡിലീറ്റ് ഓപ്ഷൻ ഈ പറഞ്ഞ ഡിലീറ്റ് ടാബ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പറഞ്ഞ റോൾ നമ്പർ 12 എന്ന് പറഞ്ഞ കുട്ടീന്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ അതിന് എങ്ങനെ ചെയ്യേണ്ടത്? ഡിലീറ്റ് ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രൈറ്റീരിയ കൊടുക്കുക. ഏത് ബേസിലാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? അതാണ് ക്രൈറ്റീരിയ. ഞാൻ 12 കൊടുത്തു. എവിടെയാണ് കൊടുത്ത്? റോൾ നമ്പറിലാണ് കൊടുത്തത്. അപ്പൊ അത് എന്ത് ചോദിക്കും? ഇതേപോലെ ചോദിക്കും. 12 എന്ന് പറഞ്ഞ റോൾ നമ്പർ ഡിലീറ്റ് ചെയ്യാനാണ് പോണേ. നമുക്ക് വേണമെങ്കിൽ യെസ് കൊടുത്ത് ആ ടേബിൾ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം 12 എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് ആയിട്ട് വന്നിട്ട് ആ റോ നമ്മൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അപ്ഡേറ്റും സെലക്ടും ഡിലീറ്റും ഇതാണ് നിങ്ങൾ മൂന്നും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ ക്വറിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് എങ്ങനെ ഒരു പുതിയ കോളം ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ ചില സമയത്ത് നമുക്ക് പുതിയ കോളം ഉണ്ടാക്കാനും പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ പുതിയ കോളം ഉണ്ടാക്കാൻ ഇന്റെ ഒരു കോളത്തിന് പുതിയ കോളം ഉണ്ടാക്കാനാണെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ ഈ പറഞ്ഞ സെയിം ടേബിൾ ആണ്. മാർക്ക് 1 മാർക്ക് 2 വരെ ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇനിയിപ്പോ ഇവിടെ ടോട്ടൽ വേണമെങ്കിൽ എനിക്ക് ഇതേപോലെ ക്വറി യൂസ് ചെയ്തിട്ട് ടോട്ടൽ അപ്ഡേറ്റും ചെയ്യാം. അത് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകണം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ പോകണം. എന്നിട്ട് ഞാൻ പുതിയ കോളമിന്റെ ഹെഡിങ് ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ടോട്ടൽ. ഇതാണ് എന്റെ പുതിയ കോളത്തിന്റെ ഹെഡിങ്. ടോട്ടൽ കഴിഞ്ഞിട്ട് സെമി കോളം കൊടുക്കുക. സെമി കോളം കൊടുത്താൽ മാത്രമേ നമ്മള് ഈ പറഞ്ഞ സെമി കോളൻ അല്ല ഡബിൾ കോളൻ 2 കുത്ത് അത് കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ ഇത് എന്താണെന്ന്, ഇത് ഹെഡിങ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു കോളത്തിന്റെ
ഹെഡിങ് ആണെന്ന് അപ്ലൈ മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇവിടെ എന്താ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടലിന്റെ ഫോർമുല എന്തായിരിക്കും? മാർക്ക് 1 പ്ലസ് മാർക്ക് 2. അപ്പൊ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുത്തും മാർക്ക് 1 പ്ലസ് മാർക്ക് 2 ഇത് ടൈപ്പ് ചെയ്യുക. എപ്പോൾ നമ്മൾ വേറൊരു കോളത്തിന് ഹെഡിങ് എഴുതുമ്പോൾ അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. ഇത് മാത്രം നിങ്ങൾ ഓർക്കുക. എക്സസിൽ ഫോർമുല ഇടുമ്പോൾ വേറെ കോളത്തിന്റെ ഹെഡിങ് ആണ് നമ്മൾ ഇടുന്നെങ്കിൽ അതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. ഓക്കെ, അപ്പൊ നമ്മളത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. എന്നിട്ട് ഇത് ഓവറോൾ ഒരു ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്തെടുക്കുക. അത് ഫോർമുല ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അത് ഓക്കെ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വാല്യൂസ് റെഡി ആകുന്നത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ടേബിളിൽ കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാർക്ക് ഒരു കോളം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ ക്വയറീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. നമുക്ക് എന്തൊക്കെ ചെയ്യാം? സെലക്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ 3 കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഞാൻ റീഫ്രഷ് ചെയ്തും ഒരു പ്രാവശ്യം കൂടി പറയാം. ക്രിയേറ്റ് സെക്ഷനിൽ പോയിട്ട് ക്വയറി വിസാർട്ടിൽ പോകണം. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം, സിമ്പിൾ ക്വയറി വിസാർട്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ കോളംസിലാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ കോളംസിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, അത് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയെടുക്കുക. പിന്നെ നെക്സ്റ്റ് പോവുക, അത് ഡീറ്റെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മോഡിഫൈ ക്വയറി ഡിസൈൻ ആണ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും. എന്നിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വയറി ഡിസൈൻ സെക്ഷൻ കിട്ടും. അവിടെ എന്താണ് നിങ്ങളുടെ ക്വയറി നമ്മൾ കാണിച്ച പോലെ അത് സെലക്ട് ആണെങ്കിൽ ആ രീതിയിൽ, അപ്ഡേറ്റ് ആണെങ്കിൽ ആ രീതിയിൽ, ഡിലീറ്റ് ആണെങ്കിൽ ആ രീതിയിൽ നമുക്കത് ചെയ്തിട്ട് ക്വയറിന്റെ റൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ, ആ ക്വയറിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ക്വയറി ഡിസൈനിൽ അറിയേണ്ടത്. എങ്ങനെ ക്വയറി വിസാർട്ട് ഓപ്പൺ ചെയ്ത് ക്വയറിയിലോട്ട് ഈ ഡിസൈൻ സെക്ഷനിലോട്ട് വരും. ഇനി ഇവിടെ എങ്ങനെ ക്വയറി ചെയ്യും. എക്സാമിന് ബേസിക് ആയിട്ട് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. മാർക്ക് ഗ്രേറ്റർ ദാൻ 50 കണ്ടുപിടിക്കുക ഒരു ടേബിളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ഫ്രം കണ്ണൂർ, അല്ലെങ്കിൽ ഇന്ന പിൻകോഡിന്റെ സ്റ്റുഡൻസ്, അങ്ങനത്തെ ബേസിക്സ് നമുക്ക് ചെയ്യാൻ ചോദിക്കുള്ളൂ എക്സാമിൽ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബേസിക്കലി നിങ്ങൾ സെലക്ടും അപ്ഡേറ്റും ഡിലീറ്റും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ക്വയറി ഡിസൈനിങ് ഈസി ആയിട്ട് ചെയ്യാം. So this completes our entire module. This completes our entire syllabus of OS Lab. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ 4 മോഡ്യൂളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ലിയർ ആയിട്ടൊന്ന് ചോദിക്കാം. ഈ പറഞ്ഞ ഇന്ന് പഠിച്ച ഈ ക്വയറി ഡിസൈനിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് ക്ലിയർ ആയിട്ട് ചോദിക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാലേ അതിന്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ്സും അതിന്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതെനിക്ക് അറിയാം. ഞാൻ ഇത് സ്റ്റെപ്പ് വൈസ് ആണ് ചെയ്യേണ്ടതെന്ന് ആ സ്റ്റെപ്പ് മാത്രം കാണിച്ചു പോകാൻ എനിക്ക് പറ്റുള്ളൂ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ. അത് ഞാൻ മാക്സിമം എല്ലാ സ്റ്റെപ്പ് കവർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ അത് നിങ്ങളൊന്ന് കാണുക, അത് മനസ്സിലാക്കുക, എന്താണ് നടക്കണേന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് സിസ്റ്റം കിട്ടുന്നത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഈ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവും. കാരണം ഒരു സിമ്പിൾ ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് കിട്ടും. ഇത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഇതെല്ലാം ഒന്ന് സ്വന്തം ചെയ്ത് നോക്കണം. വീട്ടിൽ സിസ്റ്റം ഉണ്ട ആൾക്കാർ, അല്ലെങ്കിൽ സിസ്റ്റം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഈ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അതിൽ MS ഓഫീസ് എന്ന് പറഞ്ഞൊരു ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഈ എല്ലാം ലാബ് തന്നെ, എല്ലാം എക്സ്പെരിമെന്റ്സ് തന്നെ നിങ്ങൾ അതിലൊന്ന് ചെയ്ത് നോക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അത് പോരാണ്ട് കോളേജൊക്കെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോസിന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഡൗട്ട്സ് വരുന്നിരിക്കും. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ OSന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ എൻഡ് ചെയ്യണമെന്ന് പറയാം. ഇൻ ബിറ്റ്വീൻ എനിക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കണം എന്ന് തോന്നിയാൽ അത് എക്സ്പെരിമെന്റ് വൈസ് അല്ല, ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്ത് തരാം. പക്ഷെ ഈ 12 എക്സ്പെരിമെന്റ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ സബ്ജക്റ്റിൽ കവർ ചെയ്യുന്നത്. 12 എക്സ്പെരിമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വേഗം തന്നെ അയച്ചു തരാം. സോ
it was a great pleasure to take this class. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. ഞാനത് ഈ പറഞ്ഞ ഡെമോൺസ്ട്രേഷൻ ലൈവ് വീഡിയോ ആദ്യത്തെ പ്രാവശ്യം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് എഫേർട്ട് ആണ്. സോ എന്തായാലും നിങ്ങൾ വീഡിയോസ് കാണുക, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ഡൗട്ട്സ് ചോദിക്കുക. ഐ വിൽ ബി വെരി ഹാപ്പി ടു സോൾവ് യുവർ ഡൗട്ട്സ്. ഓക്കെ, നാച്ചുറലി ഈ ക്വറി എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് എക്സ്പെരിമെന്റിൽ കുറച്ച് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. അതിന് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ കോൺഫിഡൻസ് കിട്ടുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. എന്നാലും ഇതിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് എന്തായാലും ചോദിക്കുക. ഞാൻ എന്തായാലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു. See you soon afterwards. Thank you. Have a nice day and have a great time. Thank you.